കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് പേരാവൂരിൽ കെ ശൈലജ ടീച്ചറുടെ ജനകീയ മുന്നേറ്റം കുതിക്കുന്നത്. വലതുപക്ഷ കോട്ടയെന്ന് UDF അഹങ്കരിച്ചിരുന്ന മണ്ഡലത്തിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നത് വെറും രാഷ്ട്രീയ കണക്കുകൾ കൊണ്ടല്ല, മറിച്ച് വികസനത്തോടുള്ള ജനങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹം കൂടിക്കൊണ്ടാണ്. ശൈലജ ടീച്ചർ എന്ന കരുത്തുറ്റ ഭരണാധികാരിയെ പേരാവൂരിന്റെ മണ്ണ് ഇരുകൈകളും നീട്ടി സ്വീകരിക്കുമ്പോൾ ദശാബ്ദങ്ങളായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന UDF സംവിധാനം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ലോകമാദരിച്ച മികവുമായാണ് ശൈലജ ടീച്ചർ പേരാവൂരിൽ ജനവിധി തേടുന്നത്. നിപ്പ വൈറസിനെ തുരത്തിയപ്പോഴും കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾക്ക് കാവലായപ്പോഴും ടീച്ചർ കാണിച്ച ആത്മവിശ്വാസവും കരുത്തും പേരാവൂരിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ടീച്ചറുടെ രീതി മണ്ഡലത്തിലെ സ്ത്രീകളുടെയും യുവാക്കളുടെയും ഇടയിൽ വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. പേരാവൂരിന്റെ മലയോര ഗ്രാമങ്ങളിൽ ടീച്ചർ എത്തുമ്പോൾ ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണം വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. ആധുനികമായ ആരോഗ്യ സംവിധാനങ്ങൾ, മികച്ച വിദ്യാലയങ്ങൾ, കാർഷിക മേഖലയിലെ ശാസ്ത്രീയമായ ഇടപെടലുകൾ എന്നിവ ടീച്ചറുടെ വാഗ്ദാനങ്ങൾ മാത്രമായിട്ടല്ല, മറിച്ച് അവരുടെ ട്രാക്ക് റെക്കോർഡിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് വൈരത്തിലും തമ്മിലടിയിലും മുങ്ങി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിനു വേണ്ടിയുള്ള കടിപിടിയും നേതാക്കൾക്കിടയിലെ പരസ്പര വിശ്വാസമില്ലായ്മയും കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പൂർണ്ണമായും ദുർബലപ്പെടുത്തിയിരിക്കുന്നു. കെ സുധാകരനും അദ്ദേഹത്തിന്റെ മുൻ അരുമശിഷ്യൻ സണ്ണി ജോസഫ് തമ്മിലുള്ള പോര് ഇപ്പോൾ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് തെരുവിലേക്ക് പടർന്നിരിക്കുകയാണ്. രാഷ്ട്രീയമായി താൻ വളർത്തിക്കൊണ്ടുവന്ന സണ്ണി ജോസഫ് തന്നെ തനിക്ക് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചതിന്റെ ആഘാതത്തിലാണ് കെ സുധാകരൻ ഇപ്പോഴും. കണ്ണൂർ മണ്ഡലത്തിൽ സുധാകരനോ അദ്ദേഹം നിർദ്ദേശിച്ചവരോ സ്ഥാനാർത്ഥിയാകുന്നത് തടഞ്ഞതിന് പിന്നിൽ സണ്ണി ജോസഫിന്റെ തന്ത്രങ്ങളാണെന്ന് സുധാകരൻ പക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. നേതാക്കൾ തമ്മിലുള്ള ഈ കുതികാൽ വെട്ട് അണികൾക്കിടയിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ ഇപ്പോഴവിടെ ആഞ്ഞടിക്കുന്നത് വലിയൊരു ടീച്ചർ തരംഗമാണെന്ന് കാണാം. UDFന്റെ ഉറച്ച കോട്ടയെന്ന് അവർ അഹങ്കരിച്ചിരുന്ന പേരാവൂർ തിരിച്ചുപിടിക്കാൻ ടീച്ചർ എത്തിയതോടെ ഇടതുപക്ഷ അണികളും പേരാവൂർ നിവാസികളും വലിയ ആവേശത്തിലാണ്. വികസന മുരടിപ്പിനെതിരെയും ജനപ്രതിനിധിയുടെ അവഗണനയ്ക്കെതിരെയും പേരാവൂരിലെ ജനങ്ങൾ ഇത്തവണ കൃത്യമായി വിധിയെഴുതുമെന്നതിലും സംശയമില്ല. ഈ ജനമുന്നേറ്റത്തിൽ സണ്ണി ജോസഫിന്റെ പരാജയവും ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ നോക്കിയ ശിഷ്യനോട് സുധാകരൻ പേരാവൂരിൽ കണക്ക് തീർക്കുമെന്ന പേടി സണ്ണി ജോസഫിനെ കടുത്ത അസ്വസ്ഥതയിലാക്കിയിട്ടുമുണ്ട്. താൻ കാലുവാരിയതിന് പകരമായി സുധാകരൻ പക്ഷം തന്നെ പേരാവൂരിൽ കൈവിടുമോ എന്ന ഭയം അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളിലും പ്രകടമാണ്. കൂടാതെ കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് തട്ടിപ്പ് വാർത്തകൾ കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾക്ക് UDFനെ പൂർണ്ണമായി മടുത്തിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും പണം തട്ടിയെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന ചോദ്യം പൊതുസമൂഹത്തിലും ശക്തമാണ്. ഫണ്ട് വിവാദം വീണ്ടും സജീവമായതോടെ സണ്ണി ജോസഫിന്റെ നില കൂടുതൽ പരിങ്ങലിലുമായി. കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പൊട്ടിത്തെറിച്ചതും ഈ പരാജയ ഭീതി കൊണ്ട് തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് പുറമെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പരസ്യമായ വാഗ്വാദങ്ങളും സോഷ്യൽ മീഡിയയിലെ ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങളും UDF അണികളെ ആകെ തളർത്തിയിട്ടുണ്ട്. കെ സുധാകരൻ നേതൃത്വം നൽകുന്ന DCC സംവിധാനങ്ങൾ സണ്ണി ജോസഫിന്റെ പ്രചരണത്തിൽ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെന്ന പരാതി സണ്ണി ജോസഫ് അനുകൂലികൾക്കുമുണ്ട്. ഇത്തരത്തിൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയുള്ള വെല്ലുവിളികൾ സണ്ണി ജോസഫിന് നേരിടേണ്ടി വരുമ്പോൾ മറുവശത്ത് ഇടതു മുന്നണി വലിയ ഐക്യത്തോടെയും ചിട്ടയായ പ്രവർത്തനങ്ങളോടെയുമാണ് ടീച്ചർക്ക് വേണ്ടി വോട്ട് തേടുന്നത്. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കോ ഗ്രൂപ്പ് പോരിനോ ഇടം നൽകാതെ പേരാവൂരിന്റെ സമഗ്ര വികസനം എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ടീച്ചറുടെ പ്രചാരണം മുന്നേറുന്നത്. തോട്ടം തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന ഒരു വലിയ വോട്ട് ബാങ്ക് പേരാവൂരിലുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന അവഗണനയും നേതാക്കളുടെ അധികാര തർക്കങ്ങളും ഈ സാധാരണക്കാരെ മടുപ്പിച്ചിരിക്കുകയാണ്. സണ്ണി ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പോലും സുധാകര പക്ഷത്തിന്റെ നിസ്സഹകരണവും പ്രകടമാണ്. ഇത് മലയോര മേഖലയിലെ വോട്ടർമാർക്കിടയിൽ സണ്ണി ജോസഫിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ ശൈലജ ടീച്ചർ എന്ന കരുത്തുറ്റ നേതൃത്വം വലിയ പ്രതീക്ഷയാണ്. ടീച്ചർ വിജയിച്ചാൽ അത് പേരാവൂർ ലഭിക്കുന്ന ഒരു ഭരണപരമായ കരുത്തായിരിക്കുമെന്ന് നിഷ്പക്ഷരായ വോട്ടർമാർ പോലും വിശ്വസിക്കുന്നു. മണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ വന്യജീവി ശല്യം പരിഹരിക്കാൻ ടീച്ചറുടെ പ്രായോഗികമായ കാഴ്ചപ്പാടുകൾക്ക് കഴിയുമെന്ന് കർഷകരും അടിയുറച്ച് വിശ്വസിക്കുന്നു. മലയോര കർഷകരുടെ കണ്ണീരൊപ്പാൻ ഭരണതലത്തിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു ജനപ്രതിനിധി വേണമെന്ന ആഗ്രഹം ടീച്ചറിലൂടെ യാഥാർത്ഥ്യമാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നുവെങ്കിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെയും സഖാക്കളുടെ കഠിനാധ്വാനത്തിലൂടെയും താഴെത്തട്ടിൽ കാര്യങ്ങൾ പൂർണ്ണമായും ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിമറിഞ്ഞു. LDF സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളും കണ്ണൂരിന്റെ വികസനത്തിന് നൽകിയ പ്രത്യേക മുൻഗണനയും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിനെയെല്ലാം തമസ്കരിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നീക്കങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ്.
അഴിമതിയും തമ്മിലടിയും ഗ്രൂപ്പ് വൈരവും മാത്രം കൈമുതലായുള്ള UDF-ന് ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു തിരിച്ചടിയായിരിക്കും നൽകുക. വർഗീയതയ്ക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കണ്ണൂരിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് ജനങ്ങൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഓരോ ബൂത്തിലും കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ വോട്ട് രേഖപ്പെടുത്തുന്ന ജനത ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ ശൈലജ ടീച്ചർക്ക് ലഭിക്കുന്ന വലിയ ജനപിന്തുണയും സണ്ണി ജോസഫിന്റെ നിഷ്ക്രിയത്വവും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കും ഒത്തുചേരുമ്പോൾ പേരാവൂരിൽ ഒരു വമ്പൻ അട്ടിമറിക്കാണ് കളമൊരുങ്ങുന്നത്. സണ്ണി ജോസഫിന്റെ പരാജയം ഉറപ്പാക്കുന്ന തരത്തിലാണ് കോൺഗ്രസിനുള്ളിലെ പോലും അന്തരീക്ഷം. മറുവശത്ത് വികസനത്തിന്റെ പുതുയുഗം സ്വപ്നം കാണുന്ന പേരാവൂർ നിവാസികൾക്ക് ടീച്ചറുടെ സാന്നിധ്യം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ടീച്ചറുടെ ഭൂരിപക്ഷം സർവകാല റെക്കോർഡുകൾ ഭേദിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പേരാവൂരിന്റെ മണ്ണ് ഇനി മാറ്റത്തിന്റെയും വികസനത്തിന്റെയും പാതയിൽ ശൈലജ ടീച്ചറിലൂടെ ചുവന്നു തുടുക്കുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിന്റെ മണ്ണിൽ ചുവപ്പ് കൊടി കൂടുതൽ ഉയരത്തിൽ പാറാൻ ഇനി അധികം നാളുകൾ വേണ്ടെന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നു. സഖാക്കളുടെ ഒത്തൊരുമയും ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസവും ചേരുമ്പോൾ ശൈലജ ടീച്ചറിന്റെ വിജയം ഇടതുപക്ഷത്തിന്റെ വിജയം അതൊരു വലിയ ചരിത്ര വിജയമായി മാറുമെന്നതിൽ സംശയമില്ല. വോട്ടെണ്ണൽ കഴിയുമ്പോൾ കണ്ണൂർ വീണ്ടും ചുവന്നു തന്നെ ഇരിക്കുമെന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അറിയാം. അത്തരത്തിൽ ജനനായികയുടെ വിജയത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് പേരാവൂർ നിവാസികൾ.